ഹായ് ഫ്രണ്ട്സ്, ഈദ് ഹോളിഡേ പ്രമാണിച്ച് നമ്മളെല്ലാവരും കൂടി ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഖത്തറിൽ വക്രയിലുള്ള ഒരു മിനി സൂവിലാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടൊന്നും അല്ല നമ്മൾ അവിടെ കയറി ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ അവിടെ കാണാനുള്ളതും ഒക്കെ കൂടി നമ്മളെ ഇതുപോലത്തെ ഒരു സ്ഥലം ഖത്തറിലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹോളിഡേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റിലാണ് നമ്മൾ കുറേ പെറ്റ്സിനെയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഒരുപാട് കുട്ടികളിലൊക്കെ അവരെ എടുക്കുന്നു, അതുപോലെ തന്നെ തൊടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ സെക്ഷൻ ഫുള്ളായിട്ട് ഇനി ഒരു പ്രാവിൻ്റെ സെക്ഷൻസാണ്. ഈ കാണുന്ന ഇതിൻ്റെ കൂടുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള പല വെറൈറ്റീസിലുള്ള പ്രാവുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ തന്നെ അവർ അവിടെ തന്നെ ഡിസ്ക്രിപ്ഷനും വെച്ചിട്ടുണ്ട്, ഏത് തരത്തിലുള്ള പ്രാവാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസും ഓരോന്നിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഫിഷൊക്കെ വളർത്തുന്ന ഒരു ചെറിയ ടാങ്ക് പോലെ ഫിഷൊക്കെ വളർത്തുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടേക്കാണ് പോയത്. കുറച്ച് മത്സ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പലതരത്തിലുള്ള ആടുകൾ ഉള്ള ഒരു സെക്ഷനിലേക്കാണ് പിന്നെ പോയത്. ഈ ഒരു സെക്ഷൻ ഫുള്ള്, ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് പലതരത്തിലുള്ള ആടുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാണാൻ വന്നിട്ടുള്ള കുറേ ആൾക്കാർ ആടുകൾക്ക് ചില ഇലകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരത് ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളും നമുക്കിവിടെ അനവധിയായിട്ട് കാണാൻ സാധിക്കും. അതിനൊന്നും ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും അവിടെ കാണുന്നില്ല. അടുത്തതായി നമ്മൾ ചെമ്മരിയാടുകളുടെ ഒരു സെക്ഷനാണ് പിന്നെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ചെമ്മരിയാടുകൾ അവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും രോമങ്ങളൊന്നും തന്നെ അവർ എടുത്തിട്ടില്ല. നമുക്കറിയാം അതിൻ്റെ രോമങ്ങളൊക്കെ വടിച്ചെടുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും നല്ല രോമങ്ങളൊക്കെ ഉള്ള ചെമ്മരിയാടുകളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ വീണ്ടും നമ്മൾ കടന്നു ചെല്ലുന്നത് പ്രാവുകളുടെ അടുത്തൊരു ലോകത്തേക്കാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള പ്രാവുകളും ഉണ്ട്. അതേപോലെ തന്നെ ടക്ക്, പലതരത്തിലുള്ള അരയന്നങ്ങൾ, അങ്ങനെയുള്ള പോലത്തെ ഒരു സൈഡിലും മറു സൈഡിലായിട്ട് പലതരത്തിലുള്ള പ്രാവുകളും നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഒരു സൈഡ് ഫുള്ളായി കാണുന്നത് അത് അങ്ങേറ്റം വരെ പ്രാവുകളുടെ ഒരു കളക്ട് തന്നെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഏത് തരത്തിലുള്ള പ്രാവാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുമുണ്ട്. വളരെ നല്ല മനോഹരമായ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചില പ്രാവുകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായി. നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള എന്നാൽ ചിറകിലൊക്കെ തന്നെ വളരെ വ്യത്യാസമുള്ള തരത്തിലുള്ള പ്രാവുകളാണ്. അങ്ങനെയും ചില പ്രാവുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളായാലും അവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം തരത്തിലുള്ള സൂകളിലും അല്ലെങ്കിൽ ഫാമുകളിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു നീറ്റ്നെസ്സിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം നീറ്റ്നെസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള പേരറിയാത്ത പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനുകളോട് സാദൃശ്യം തോന്നുന്ന വേറെ പല ജീവികൾ, ഇങ്ങനെയുള്ള പലതിനെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഓറിക്സുകളും ഇവിടെ ഉണ്ട്. അതിലൊരു ഓറിക്സിൻ്റെ ആണ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനാണ് കാണിച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഭംഗിയായി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരറിയാത്ത പലതരത്തിലുള്ള അനിമൽസും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ ഇതവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കുതിരയായിരുന്നു. കാണാൻ നല്ല വൃത്തിയുള്ളൊരു കുതിരയായിരുന്നു. പല ആളുകളും അതിനെ തൊടുന്നും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത്ര വലിയ ഒരു പ്രശ്നമുള്ള ആളല്ല. നമ്മളും അതിനൊന്ന് തൊട്ട് നോക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും തൊടുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴികൾ, ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെ പല ഭാഗങ്ങളിലായി കുട്ടികൾക്ക് കളിക്കാനുള്ള തരത്തിലുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലെയുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ എൻഗേജ്ഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ മുകളിലേക്ക് കയറാനും അവിടുന്ന് ഒരു വ്യൂ നമുക്ക് കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അവിടെയും നമുക്ക് നടന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഒരു പക്ഷെ ഒന്നും കൂടി ഭംഗിയുള്ളൊരു വ്യൂ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ രസകരമായി ഓരോ സ്ഥലങ്ങളും അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ താഴെയൊക്കെ ഇതുപോലെ തന്നെ വെള്ളം കെട്ടി നിർത്തുകയും അതിൽ മത്സ്യങ്ങളും അതൊക്കെ ആയിട്ട് വളരെ രസകരമായ രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ തന്നെയാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത്. ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരാണ് ഒരുപക്ഷെ കൂടുതലും. കുട്ടികൾ അതിനെ തൊടുകയും കുട്ടികൾ അത് വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മുകളിൽ നിന്നുള്ള ചില വ്യൂസ് ഒക്കെ നല്ല രസകരമായ വ്യൂസ് ആണ്. ഒരു പച്ചപ്പും എല്ലാം പടർന്നു നിൽക്കുന്ന പോലെയും പഴയ ബിൽഡിങ്ങുകളോട് ഉപമിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് തന്നെ വളരെ രസകരമായി നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അതിന്റെ സൈഡിലൂടെയൊക്കെ തന്നെ നമുക്ക് ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ഇനി പലതരത്തിലുള്ള മയിലുകളുടെ ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള മയിലുകളെന്ന്. നമ്മൾക്ക് ശരിക്കും രണ്ടു തരത്തിലുള്ള മയിലുകളെ നമ്മൾ അറിയുന്നുള്ളൂ. ഒന്ന് ആൺമയിൽ, ഒരു പെൺമയിൽ എന്ന് പറയുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ വ്യത്യസ്തമായ മയിലുകളെ ഞാൻ കാണുകയുണ്ടായി. ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു നോർമൽ മയിലുകളാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ വ്യത്യസ്തമായ മയിലുകളുമുണ്ട്. അത് നമുക്ക് കാണാം. ആദ്യത്തെ എനിക്ക് കൗതുകം തോന്നിയത് ഈ ഫുൾ വൈറ്റ് കളറിലുള്ള മയിലിനെ കണ്ടപ്പോഴാണ്. ഇതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ എന്നിലൊരു കൗതുകം ഉണ്ടാക്കിയത്. പക്ഷെ
ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മയിലുകളെ കാണുന്നത്. നല്ല ഭംഗിയുമുണ്ട്. അതുപോലെ തന്നെ അത്രയും വലിയ വാലുകളും ഒക്കെ തന്നെ മയിൽപ്പീലിയും എല്ലാം തന്നെ അതിനുണ്ട്. ഇതാ 2 മയിലുകൾ ഒരുമിച്ച് വൈറ്റ് കളറുള്ള മയിലുകൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് ശരിക്കും രസകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. വീണ്ടും നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്. ദെൻ അവിടെ ഒരു ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. 10 റിയാലാണ് അതിന് വരുന്നത്. വലുതായാലും ചെറുതായാലും ചെറിയ ഹോഴ്സുകളും വലിയ ഹോഴ്സുകളും ഉണ്ട്. എല്ലാറ്റിനും തന്നെ 10 റിയാലാണ് വരുന്നത്. ഒരുപാട് കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ തന്നെ അതിൽ സവാരി നടത്തുന്നുണ്ട്. വളരെ കുറച്ച് ദൂരം പോവുക, പക്ഷെ 10 റിയാലാണ് അതിന് ചാർജ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകൾ അത് ചൂസ് ചെയ്യുന്നുണ്ട്.